രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്ററെ ഒഴിവാക്കി സംസ്ഥാന സർക്കാർ. പിണറായി പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് സദാനന്ദൻ മാസ്റ്റർ MPയെ ഒഴിവാക്കി. അഞ്ചരക്കണ്ടി പാലത്തിന്റെ ഉദ്ഘാടനത്തിനും എംപിക്ക് ക്ഷണം ഇല്ല. ജില്ലയിൽ നിന്നുള്ള മറ്റ് MPമാരെയെല്ലാം പരിപാടിയിൽ ക്ഷണിച്ചിട്ടുമുണ്ട്. നേരത്തെയും സർക്കാർ പരിപാടികളിൽ നിന്ന് MP സദാനന്ദൻ മാസ്റ്ററെ ഒഴിവാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് സർക്കാരിന്റെ ഈ ഒരു ഒഴിവാക്കലിന് പിന്നിൽ? വിഷ്ണു, നമുക്കറിയാം ഏതാനും നാളുകൾക്ക് മുമ്പാണ് രജിസ്ട്രേഷൻ വാരാചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടി കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ വെച്ച് നടന്നത്. അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മറ്റ് MPമാരെ എല്ലാം ക്ഷണിച്ചെങ്കിലും C സദാനന്ദൻ മാസ്റ്റർ MPയെ മാത്രം ഒഴിവാക്കി ആ പരിപാടി സംസ്ഥാന സർക്കാർ നടത്തുകയായിരുന്നു. അന്ന് BJP അടക്കം വലിയ പ്രതിഷേധം ഉന്നയിക്കുകയും ഇത്തരം ഒരു നടപടി അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിനുശേഷം ഇത്തരം നടപടികൾ ആവർത്തിക്കില്ല എന്നൊരു നിലപാടാണ് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ ആ നടപടികൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം കണ്ണൂരിൽ നാളെ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്ന പരിപാടി. ഒന്ന് പിണറായി പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടന പരിപാടിയാണ്. അതിൻ്റെ നോട്ടീസ് നമ്മൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ അഞ്ചരക്കണ്ടിയിലുള്ള കീഴത്തൂർ പാലത്തിൻ്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ മറ്റൊരു ചേരിക്കൽ കോട്ടം റോഡിൻ്റെ ഉദ്ഘാടനം, ഇത്തരത്തിൽ ചേരിക്കൽ കോട്ടം പാലവും അതുപോലെ തന്നെ അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കീഴത്തൂർ പാലത്തിൻ്റെ ഉദ്ഘാടനവും നാളെ വൈകിട്ട് നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട MPമാരായ K സുധാകരൻ, അതുപോലെ തന്നെ V ശിവദാസൻ, അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ എന്നിവരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് നാളെ നടക്കുന്ന ഈ പിണറായി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിലും ഇതുപോലെ തന്നെ K സുധാകരനെയും V ശിവദാസനെയും അടക്കമുള്ള ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇടപെടുകയാണ് ഇപ്പോൾ BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ ബിജു, എന്തായാലും സർക്കാർ ഇതുവരെയായിട്ടും ഈ ഒരു രാഷ്ട്രീയ വിദ്വേഷം വിട്ടു മാറുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ ഇതിന് പിന്നിലുള്ളത്? തീർച്ചയായിട്ടും സദാനന്ദൻ മാസ്റ്ററോട് മാർക്സിസ്റ്റ് ഗവൺമെന്റ് കാണിക്കുന്ന ഒരു അവഗണനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇതിനു മുമ്പ് നിരന്തരമായി കളക്ടറുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ ഒരു വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടും ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നിരവധി ഉദ്ഘാടനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉദ്ഘാടനം നടത്തുന്ന പരിപാടികളിൽ പോലും മറ്റ് MPമാരുടെ CPMന്റെ രാജ്യസഭയുടെ MPമാരായിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, അതുപോലെ തന്നെ ശിവദാസൻ, സന്തോഷ് കുമാർ എന്നിവരെ ക്ഷണിച്ച് അവരുടെ പേരുകൾ ക്ഷണക്കത്തിൽ ഉൾപ്പെടുത്തുകയും ഇൻവിറ്റേഷൻ ലെറ്ററിൽ ഉൾപ്പെടുത്തുകയും അവരെ നേരിട്ട് കണ്ട് വിളിക്കുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ സദാനന്ദൻ മാസ്റ്ററോട് മാത്രം സർക്കാർ ഈ ഒരു അവഗണിക്കുകയാണ് സദാനന്ദൻ മാസ്റ്ററെ. അദ്ദേഹത്തെ ക്ഷണിക്കുന്ന പോലുമില്ല. അദ്ദേഹത്തിന്റെ പേര് പോലും നോട്ടീസിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ സംവിധാനം തയ്യാറാകാത്ത ഒരു കാഴ്ചയാണ് കണ്ണൂരിൽ കാണുന്നത്. ഇത് അദ്ദേഹം MP ആയതിനു ശേഷം ഇങ്ങോട്ട് നിരവധി പരിപാടികളിൽ അദ്ദേഹത്തെ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. യെസ്, വളരെയധികം നന്ദി ബിജു ചേർന്നതിന്. ഒരിക്കൽ കൂടി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, എന്തായാലും MP സദാനന്ദൻ മാസ്റ്റർക്ക് ഇത് ആദ്യമായല്ല അവഗണന. അദ്ദേഹത്തെ തുടർച്ചയായി ഇത്തരത്തിലുള്ള പരിപാടികളിൽ നിന്ന് അവഗണിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. എന്നിരുന്നാൽ കൂടിയും നമുക്കറിയാം ഇത്രത്തോളം അല്ലെങ്കിൽ ഒരു CPMന്റെ അക്രമ രാഷ്ട്രീയത്തെ പോലും അതിജീവിച്ച അദ്ദേഹം രാജ്യസഭ MP ആയ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ തന്നെ നമ്മൾ പാർലമെൻറ്റിൽ കേട്ടതാണ്. അങ്ങനെയുള്ള ഒരു പ്രധാന വ്യക്തിയെ ഇത്തരം പരിപാടികളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യത്തിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കൂടി ഉണ്ട് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും അത് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം CPMനെ ദേശീയ തലത്തിൽ പോലും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കിയ പ്രതികരണങ്ങളാണ് C സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ ഉൾപ്പെടെ ഉയർത്തിയത്. മാത്രമല്ല CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന് ജീവിച്ചിരിക്കുന്നൊരു ബലിദാനി കൂടിയാണ് C സദാനന്ദൻ മാസ്റ്റർ. അത്തരത്തിൽ CPMനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാക്കിയൊരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നേതാവ് എന്നുള്ള നിലയിൽ അവഗണന കൊണ്ട് മാത്രമേ മാറ്റി നിർത്താൻ കഴിയൂ എന്നൊരു ചിന്താഗതി കൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ നിരന്തരം
കൃത്യമായി സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കാതിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ജിഷ്ണു, മിഥുൻ, അത് തന്നെയാണ്. എന്തായാലും തീർത്തും ഇത് പ്രതിഷേധാത്മകം തന്നെയാണ്. സദാനന്ദൻ മാസ്റ്ററോട് കാട്ടുന്ന ഈ ഒരു അവഗണനയിൽ കൃത്യമായ അതിനൊരു മറുപടി സർക്കാർ പറയുക തന്നെ വേണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. മിഥുൻ പിള്ളയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.